പാലക്കാട് വിധി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. 7 മണിക്ക് തുടങ്ങിയ വിധിയെഴുത്താണ് 1 മണിയിലേക്ക് എത്തുമ്പോൾ എത്ര മണിക്കൂറായി? 6 മണിക്കൂറായി. 6 മണിക്കൂറായിരിക്കുകയാണ്. ഇനിയൊരു 6 മണിക്കൂറേ ബാക്കിയുള്ളൂ. അതെ, 6 മണിക്കൂർ കൂടി. അല്ലെ, 6 മണിക്കൂർ പിന്നിടുമ്പോൾ നല്ല പോളിംഗ് തന്നെയാണ്. ആദ്യ പകുതിയിൽ നല്ല പോളിംഗ് ആണ്. നമുക്ക് ഇക്ബാലിലേക്ക് ഒന്ന് പോകാം. ഈ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്ന ട്രാൻസ്ജെൻഡേഴ്സ് 4 പേരാണ്. അതിലൊരാൾ ഇപ്പോൾ ഇക്ബാലിനൊപ്പമുണ്ട്. ഇക്ബാൽ, ഗുഡ് ആഫ്റ്റർനൂൺ. ശ്രേയ വോട്ട് ചെയ്യാനെത്തിയോ? വോട്ട് ചെയ്തോ? സുജിയ, തീർച്ചയായും 4 ട്രാൻസ്ജെൻഡർമാരാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിലുള്ളത്. ഇതിൽ ഒരാൾ എച്ച് ശ്രേയ കല്ലേക്കാട് BSBTV സ്കൂളിൽ എത്തിയാണ് വോട്ട് ചെയ്ത് ഇപ്പോൾ മടങ്ങിയിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് ശ്രേയ വോട്ട് ചെയ്യാൻ വേണ്ടി ഈ കല്ലേക്കാട്ടെ സ്കൂളിലേക്ക് എത്തിയത്. ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം ശ്രേയ മടങ്ങിയിട്ടുണ്ട്. ഇനി 3 ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ 3 പേര് കൂടി വോട്ട് ചെയ്യാനുണ്ട്. ഏതായാലും ഇപ്പോൾ 1 മണി പൂർത്തിയാവുമ്പോൾ ഇപ്പോൾ നിലവിൽ പാലക്കാട്ടെ പോളിംഗ് ശതമാനം എന്ന് പറയുന്നത് 34.60% ശതമാനമാണ്. 67,387 പേരാണ് ഇതിനോടകം തന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ അവരുടെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഞാനിപ്പോഴും ഉള്ളത് പാലക്കാട് കണ്ണാടിയിലാണ്. കണ്ണാടി തണ്ണീർ പന്തിലുള്ള 179-ാം ബൂത്തിലാണ്. ഞാൻ ഏകദേശം 1 മണിക്കൂർ മുമ്പ് ഇവിടേക്ക് വന്നപ്പോൾ ക്യൂവിലുണ്ടായിരുന്ന അതേ മുകളെല്ലാം ഇപ്പോഴും ഈ 1 മണിക്കൂർ ശേഷവും എനിക്ക് ഇവിടെ തന്നെ ഈ ക്യൂവിൽ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇവിടെ വോട്ടിംഗ് ഒരു മന്ദഗതിയിലാണ് പോകുന്നതെന്നാണ് അറിയാൻ ഒരു നീണ്ട നിരയാണ് കാണാൻ വേണ്ടി സാധിച്ചത്. ഇക്ബാൽ, അതൊരു സൂചനയാണ്. കണ്ണാടിയിൽ ഇത്തവണ ഏറ്റവും കൂടുതൽ പോളിംഗ് ഇപ്പോൾ 34.56%. നഗരസഭയെക്കാളും പിരായിരിയെക്കാളും മാത്തൂരിനേക്കാളും മുന്നിൽ നിൽക്കുന്ന കണ്ണാടിയാണ്. മാത്രമല്ല, കണ്ണാടിയിലെ ബൂത്തുകളിലാണ് ഏറ്റവും വലിയ നിര രൂപപ്പെട്ടിരിക്കുന്നത് ഈ ഉച്ച സമയത്തും. ഇതൊരു സൂചനയാണോ? ഒരു ട്രെൻഡായി മാറുകയാണോ കണ്ണാടി? തീർച്ചയായും സുജയ, ആദ്യ മണിക്കൂറുകളിൽ കണ്ണാടിയിൽ വോട്ടിംഗ് ചെറിയ രീതിയിലൊരു കുറവുണ്ടായിരുന്നെങ്കിൽ പിന്നീടുള്ള ഓരോ മണിക്കൂറിലും കണ്ണാടിയിലെ പോളിംഗ് കൂടി വരുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇപ്പോൾ ഇവരെല്ലാം ഏകദേശം 1 മണിക്കൂറായില്ലേ അമ്മ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്? 11 മണിക്കാണ്. അപ്പോൾ 2 മണിക്കൂറായിട്ട് ക്യൂവിൽ തന്നെയാണ്. 2 മണിക്കൂറായി. ചേച്ചിക്ക് 2 മണിക്കൂറായി. 2 മണിക്കൂറായി. എന്താ വോട്ട് ചെയ്യാൻ പറ്റാത്ത? എൻ്റെ പതുക്കെ ആണുങ്ങളുടെ അവിടെ തിരക്കില്ല. പ്രായമായ ആൾക്കാർക്ക് പോകുമല്ലേ മുന്നേ, അതുകൊണ്ട് ഞങ്ങൾ വൈകി. പ്രായമായിട്ടുള്ള ആളുകൾക്കും അതുപോലെ തന്നെ അവർക്കൊക്കെ വോട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി ഇവിടെ ക്യൂവിൽ നിന്ന് ആളുകൾ വൈകിപ്പോയി എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഏതായാലും ദൃശ്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പോളിംഗ് സ്റ്റേഷനിൽ ഇപ്പോൾ വൈദ്യുതി ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഏതായാലും പോളിംഗ് നടക്കുന്നുണ്ട്, പക്ഷേ ഒരു മന്ദഗതിയിലാണ് ഇവിടെയുള്ള പോളിംഗ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഏട്ടാ, എത്ര നേരം ഇവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി? ഞാൻ ഒരു 1/2 മണിക്കൂറായിട്ടുള്ളൂ. പെട്ടെന്നാവുന്നുണ്ട്. ആണുങ്ങളുടെ ഭാഗത്ത് പെട്ടെന്നാവുന്നുണ്ട്. ആണുങ്ങളുടെ ഭാഗത്ത് പെട്ടെന്നാവുന്നുണ്ട്. ഇപ്പോൾ 1/2 മണിക്കൂറായിട്ടുള്ള ചേട്ടനൊക്കെ വന്നിട്ട് ഇപ്പോൾ ഏകദേശം വോട്ട് ചെയ്യാനുള്ള അവസരം കിട്ടാറായി. പക്ഷേ നമ്മൾക്ക് അവരുടെ ആ ഒരു വോട്ട് ചെയ്യുന്ന ആ ഒരു വാതിലിന്റെ അവിടെ നിന്ന് കുറച്ചൊന്ന് മാറി നിൽക്കാം. ഇക്ബാൽ, 2 മണിക്കൂറായി. തീർച്ചയായും സ്ത്രീകളുടെ ഒരു നിര, അത് ഏകദേശം ഒരു 50 പേരെങ്കിലും ആ ക്യൂവിലുണ്ടല്ലേ? തീർച്ചയായും 50-ലധികം ആളുകളാണ് ഇപ്പോൾ വനിതകളുടെ ഈ ക്യൂവിൽ ഉള്ളതെന്ന് വേണം മനസ്സിലാക്കാൻ. ഇവരെല്ലാം 2 മണിക്കൂറിലേറെയായി ഇപ്പോൾ വോട്ട് ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ആളുകളാണ്. എല്ലാവരും ഈ നാട്ടുകാർ തന്നെയാണ്. എവിടെ നിന്നുള്ളവരാ? അടുത്ത് തന്നെയാണ്. ഇപ്പൊ എത്ര നേരമായിട്ട് വന്നിട്ട്? 1/2 മണിക്കൂർ മുമ്പ്. ലാസ്റ്റ് ലൈനിലേക്ക് എത്തുമ്പോൾ തന്നെ 1/2 മണിക്കൂറായി കാത്തു നിൽക്കുന്ന ആളുകളുണ്ട്. തൊട്ട് മുമ്പിലായിട്ട് ക്യൂവിൻ്റെ ആദ്യ ഭാഗങ്ങളിലെല്ലാം 2 മണിക്കൂറായി കാത്തു നിൽക്കുന്ന ആളുകളെല്ലാം ഇപ്പോഴും ഉണ്ട്. ഏതായാലും കണ്ണാടിയിലെ പോളിംഗ് ശതമാനം അത് ഇനി ഓരോ നിമിഷങ്ങൾ കഴിയും തോറും കൂടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. മറ്റ് 3 തദ്ദേശ സ്ഥാപനങ്ങളെക്കാൾ കൂടുതൽ പോളിംഗ് കണ്ണാടിയിൽ രേഖപ്പെടുത്തും എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു. കാരണം തണ്ണീർപന്തലായാലും കിണാശ്ശേരിയിലായാലും കണ്ണുന്തിരുത്തിയിലായാലും എല്ലാം വലിയ പോളിംഗ് കണ്ണാടിയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. AST പട്ടികയിലുള്ള ആളുകളും വന്ന് വോട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ എല്ലാം നടപടിക്രമങ്ങൾ കൃത്യമായി തന്നെ പാലിച്ചുകൊണ്ടാണ് പ്രിസൈഡിംഗ് ഓഫീസർമാർ ഇവരെ എല്ലാം വോട്ടിംഗ് ചെയ്യാൻ ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. ഏതായാലും കണ്ണാടിയിലെ പോളിംഗ് ശതമാനം